ഇന്ത്യയിലെ തടവുകാരായ ആളുകൾ എന്തായാലും നമുക്കറിയാം കുറ്റം കോടതി ശിക്ഷിക്കപ്പെട്ടവരാണ് ജയിലിൽ വരുന്നത്. അവർക്ക് ഏതാണ്ട് 620 രൂപയാണ് ഉയർന്ന ദിവസ വേതനമായിട്ട് കൊടുക്കുക. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഈ തുണിക്കടകളിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾ, ഈ ആശാ പ്രവർത്തകരുടെ കാര്യമാണ്. ഇങ്ങനെ ഉള്ള കഷ്ടപ്പെടുന്ന സ്ത്രീ സമൂഹം അടക്കമുള്ളവർക്ക് വളരെ തുച്ഛമായ വേതനം കിട്ടുമ്പോഴാണ് 150-200 രൂപയിൽ നിന്ന് പല ഇരട്ടിയായിട്ട് തടവുകാരുടെ വേതനം കിട്ടുന്നത്. ഇതൊരു വല്ലാത്ത അസമത്വമാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും. അതായത് ഈ ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് അസംഘടിത മേഖലയിൽ തന്നെയാണ്. ഇപ്പൊ ഷോപ്പിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് കസേരയിൽ ഇരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇരിക്കാനുള്ള അവകാശം കൊടുത്ത ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് മിനിമം വേതനം കൊടുക്കുന്ന സ്റ്റേറ്റാണ്. അതായത് 86 മേഖലകളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. ഞാൻ മിനിമം വേജ് അഡ്വൈസറി ബോർഡിലെ ഒരു മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് മിനിമം വേജ് പുതുക്കി ഈ എല്ലാ മേഖലകളും പുതുക്കി നിശ്ചയിക്കും. പക്ഷെ ഒരു പ്രയാസകരമായ സാഹചര്യം, പലപ്പോഴും ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുതലാളിമാർ കോടതിയെ സമീപിക്കുകയാണ്. അങ്ങനെ മിനിമം വേജും ഡിക്ലെയർ ചെയ്ത ഒരുപാട് മേഖലകളുടെ കേസ് കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുണ്ട്. ആ കേസൊക്കെ വേഗം തീർപ്പ് ഏൽപ്പിക്കണമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് അക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. എന്നാലും ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് മിനിമം കൂലി കാലാകാലങ്ങളിൽ പുതുക്കി നിശ്ചയിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുകൂടി ഞങ്ങൾ പറയട്ടെ. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ചെറിയ പൈസയ്ക്ക് ജോലി എടുക്കുന്ന സ്ത്രീകളുടെ കൂലിയിൽ വർധന വരുത്തണമെന്നുള്ള ഒരു നിലപാട് തന്നെ ഗവൺമെന്റിനുള്ള. അതുകൊണ്ടാണല്ലോ മിനിമം വേജ് പുതുക്കാനുള്ള കമ്മിറ്റി